വാലി ചൊറിച്ചിൽ, താൻ പോയി മരുന്ന് വാങ്ങി വരണം. വാലി ചൊറിച്ചിലിന് മരുന്നുണ്ട്, പക്ഷേ ഭയങ്കര കയ്പാ. അയ്യോ, അത് പ്രശ്നമാ. പയ്യെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ആ ഇടി. അല്ല വൈദ്യരെ, മരുന്ന് വെള്ളത്തിൽ കലക്കി കൊടുത്താൽ ഫലം കുറയുമോ? ഫലമൊന്നും കുറയില്ല, പക്ഷേ കയ്പും കുറയില്ല. മരുന്ന് അകത്ത് ചെല്ലണമേ എന്നുള്ളൂ. വെള്ളത്തിലോ തീയിലോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. മരുന്ന് സൂക്ഷിക്കണം സൂത്ര, വേറെ സ്റ്റോക്കില്ല. എന്ത് കലക്കും? ഐഡിയ. നല്ല മധുരമുള്ള പഴമ പിഴിഞ്ഞ് ചാറിട്ട് അതിൽ മരുന്ന് ചതച്ച് ചേർത്ത് ഉരുട്ടി കൊടുക്കാം. കയ്പ് മാറിക്കിട്ടും. ഓക്കെ, റെഡി. ഇനി കുറച്ചെടുത്ത് നാവിൽ വെച്ച് നോക്കാം. അയ്യടാ, സൂപ്പർ. കയ്പ് മരുന്നാണെന്ന് പറയില്ല. സത്യത്തിൽ ഇതിലൊരു ബിസിനസ് സ്കോപ്പ് ഉണ്ടല്ലോ. പിള്ളേർക്ക് മരുന്ന് കഴിക്കാൻ എളുപ്പ വഴി. നിങ്ങളുടെ കുട്ടി മരുന്ന് കഴിക്കുന്നില്ലേ? കുട്ടിയും മരുന്നുമായി സൂത്രനെ വന്ന് കാണൂ. ഫീസ് 2 മീൻ. അത് കലക്കും. ബിസിനസിന്റെ കാര്യം ഫേമസ് ആക്കണം. കാട്ടിൽ പറഞ്ഞു പരത്തണം. സൂത്ര, താൻ വന്നത് നന്നായി ശരു. ഇതൊരു മരുന്നാ. ഇത് വെച്ചൊരു സൂത്രമുണ്ട്. പുതിയൊരു ബിസിനസ്സാ. അതൊന്ന് പറഞ്ഞു പരത്താൻ തനിക്ക് പറ്റുമോ? എന്താ പറഞ്ഞു പരത്തേണ്ടേ സൂത്ര? കുട്ടികൾ മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ സൂത്രനെ കാണുക. ഇങ്ങനെ പറഞ്ഞാ മതി. ഇത് ഞാൻ ഏറ്റു. ഇനി കുറച്ച് വെള്ളം കുടിക്കട്ടെ. ബുദ്ധി ആലോചിച്ച് ദാഹിച്ചു. കുട്ടികൾ മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ സൂത്രനെ കാണുക. കുട്ടികൾ മരുന്ന്. താൻ ഇവിടെ തന്നെ ഇരുന്ന് പറഞ്ഞിട്ട് എന്താണോ കാര്യം? പറഞ്ഞുകൊണ്ട് പാറയിൽ പരത്താനല്ലേ താൻ പറഞ്ഞത്? അയ്യോ.